ഗണപതി ഭഗവാനോടുള്ള അചഞ്ചലമായ ഭക്തി കാരണം ആ ബാലന് സ്വന്തം പിതാവിൽ നിന്ന് കഠിനമായ ശിക്ഷ നേരിടേണ്ടി വന്നു. ഒടുവിൽ ഭഗവാൻ ഗണേശൻ തന്നെ അവന്റെ മുന്നിൽ പ്രത്യക്ഷനായി. പണ്ട് മഹാരാഷ്ട്രയിലെ പാലി എന്ന ഗ്രാമത്തിൽ ബെല്ലാൾ എന്നു പേരുള്ള ഒരു കൊച്ചു ബാലൻ താമസിച്ചിരുന്നു. കല്യാൺ സേഠിന്റെയും ഇന്ദുമതിയുടെയും മകനായിരുന്നു അവൻ. കളങ്കമില്ലാത്ത മനസ്സുള്ള ബെല്ലാൾ ഗണപതി ഭഗവാന്റെ വലിയൊരു ഭക്തനായിരുന്നു. എപ്പോഴും ഗണപതി ഭഗവാന്റെ നാമങ്ങൾ ഉരുവിട്ടുകൊണ്ട് ഭക്തിയിൽ മുഴുകിയിരിക്കാനായിരുന്നു അവൻ ഇഷ്ടം. ദിവസവും രാവിലെയും വൈകുന്നേരവും ബെല്ലാൾ കാട്ടിലുള്ള ഒരു പഴയ ഗണപതി വിഗ്രഹത്തിന് മുന്നിൽ പോയി പ്രാർത്ഥിക്കുമായിരുന്നു. ആ പ്രാർത്ഥനയിൽ ബെല്ലാൾ ഗ്രാമത്തിലെ മറ്റു കുട്ടികളെയും കൂടെ കൊണ്ടുപോയിരുന്നു. ഗണപതി ഭഗവാന്റെ ഭജനയിലും കീർത്തനങ്ങളിലും മുഴുകി നേരം വൈകി മാത്രം വീട്ടിലെത്തുന്ന കുട്ടികളെ ഓർത്ത് ഗ്രാമവാസികൾക്ക് പരാതിയായി. ബെല്ലാൾ തന്റെ മകന്റെയും മറ്റു കുട്ടികളുടെയും സമയം പാഴാക്കുകയാണെന്ന് കരുതി ഗ്രാമവാസികൾ കല്യാൺ സേഠിനോട് പരാതി പറഞ്ഞു. ഇതു കേട്ട കല്യാൺ സേഠ് ക്രോധം കൊണ്ട് ജ്വലിച്ചു. അദ്ദേഹം നേരെ കാട്ടിലേക്ക് ചെന്ന് ബെല്ലാളിന്റെ ആരാധനാ സ്ഥലം നശിപ്പിക്കുകയും അവിടുത്തെ ഗണപതി വിഗ്രഹം തകർത്തെറിയുകയും ചെയ്തു. ദേഷ്യമടക്കാനാവാതെ പിതാവ് ബെല്ലാളിനെ ക്രൂരമായി മർദ്ദിച്ചു. ബെല്ലാളിനെ ഒരു മരത്തിൽ കെട്ടിയിട്ട ശേഷം അദ്ദേഹം പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു, നിന്റെ ഗണപതി ഭഗവാൻ ശരിക്കും ഒരു ദൈവമാണെങ്കിൽ വന്ന് നിന്നെ രക്ഷിക്കട്ടെ. അത്രയും പറഞ്ഞ് മകനെ അവിടെ ഉപേക്ഷിച്ച് അദ്ദേഹം വീട്ടിലേക്ക് യാത്രയായി. വിശപ്പും ദാഹവും മുറിവുകളിൽ നിന്നുള്ള വേദനയും അനുഭവിച്ചെങ്കിലും ബെല്ലാളിന്റെ വിശ്വാസം തെല്ലും കുലുങ്ങിയില്ല. അവൻ കണ്ണുകൾ അടച്ച് ഗണപതി ഭഗവാനെ മാത്രം ധ്യാനിച്ചു. ഓം ഗം ഗണപതേ നമഃ. തന്റെ ഭക്തന്റെ നിഷ്കളങ്കമായ പ്രാർത്ഥനയിൽ സംപ്രീതനായ ഗണപതി ഭഗവാൻ ഒരു സാധുവിന്റെ വേഷത്തിൽ, അതായത് ഒരു ഋഷിമുനിയുടെ വേഷത്തിൽ ബെല്ലാളിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ഭഗവാൻ അവന്റെ കെട്ടുകൾ അഴിക്കുകയും മുറിവുകൾ സുഖപ്പെടുത്തുകയും ചെയ്തു. തന്റെ മുന്നിൽ നിൽക്കുന്നത് സാക്ഷാൽ ഗണപതി ഭഗവാനാണെന്ന് തിരിച്ചറിഞ്ഞ ബെല്ലാൾ ഭഗവാന്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു. തുടർന്ന് ഗണപതി ഭഗവാൻ ബെല്ലാളിനോട് ഒരു വരം ചോദിക്കാൻ ആവശ്യപ്പെട്ടു. സ്വാർത്ഥമായ ഒന്നും ആഗ്രഹിക്കാതെ ബെല്ലാൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു, വിഘ്നങ്ങൾ തീർക്കുന്ന വിഘ്നേശ്വര ഭഗവാനെ, അവിടുന്ന് എന്നും ഇവിടെ തന്നെ വസിക്കണം. കഷ്ടപ്പെടുന്ന ഭക്തർക്ക് അത്താണിയായി അവിടുന്ന് ഇവിടെ നിലകൊള്ളണം. ബെല്ലാളിന്റെ പ്രാർത്ഥന സ്വീകരിച്ച ഗണപതി ഭഗവാൻ അവിടെ ഒരു ശിലാ വിഗ്രഹമായി മാറി. ഭക്തനായ ബെല്ലാളിന്റെ പേരിനോട് ചേർത്ത് ഈ ഗണപതി ക്ഷേത്രം ശ്രീ ബെല്ലാളേശ്വർ വിനായകൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. മഹാരാഷ്ട്രയിലെ പ്രസിദ്ധമായ 8 ഗണപതി ക്ഷേത്രങ്ങളിൽ, അതായത് അഷ്ടവിനായക ക്ഷേത്രങ്ങളിൽ ഭക്തന്റെ പേരിൽ അറിയപ്പെടുന്ന ഏക ക്ഷേത്രമാണിത്. ഗണപതി ഭഗവാന്റെയും അദ്ദേഹത്തിന്റെ പരംഭക്തനായ ബെല്ലാളിന്റെയും ഈ മനോഹരമായ കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് കമന്റ് ബോക്സിൽ ഓം ഗം ഗണപതേ നമഃ എന്ന് ടൈപ്പ് ചെയ്യൂ. ഓം ഗം ഗണപതേ നമഃ.